ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗാഥാസ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ സ്നാക്ക് റെസിപ്പിയാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മൈദയിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അയമോദകവും 1 ടീസ്പൂൺ കസൂരി മെത്തിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം അല്പാൽപമായിട്ട് നമുക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ആണ്. ഇവയെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവ് കുഴച്ചെടുത്തതിന് ശേഷം നല്ലൊരു വൃത്തിയുള്ള പ്രതലത്തിലേക്ക് നമുക്ക് ഈ ചപ്പാത്തി മാവ് ഒന്നോടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് പതിയെ ഒന്ന് ചപ്പാത്തിക്കോൽ ഉപയോഗിച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇടയ്ക്ക് നമുക്ക് ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതുപോലെ നന്നായിട്ട് കനം കുറച്ച് നമുക്കിത് പരത്തിയെടുക്കേണ്ടതുണ്ട്. 2 സൈഡ് ഇതുപോലെ തിരിച്ചും മറിച്ചും കൊടുക്കാം. വീണ്ടും ഇതുപോലെ ഒരു ചപ്പാത്തി എങ്ങനെ നമ്മൾ പരത്തിയെടുക്കുന്നു എന്നതുപോലെ തന്നെ നമുക്ക് ഈ മാവ് മുഴുവനായിട്ടും പരത്തിയെടുക്കേണ്ടതുണ്ട്. മാവ് നന്നായിട്ട് പരത്തിയതിന് ശേഷം നമുക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇത് ഫ്രൈ ചെയ്യാൻ നേരത്തെ എല്ലായിടവും ഈക്വലായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് ഒരു അടപ്പ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇഷ്ടമുള്ള ഷേപ്പ് നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ എല്ലാ ഷേപ്പും ഞാനിവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ കോയിൻ ഷേപ്പിലുള്ള ഒരു മാവിൻ്റെ മുകളിൽ മറ്റൊന്നായിട്ട് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു ഈർക്കിൽ വെച്ചൊന്ന് അമർത്തി കൊടുക്കുകയാണ്. ഒരു പുതിയ ഷേപ്പ് ചെയ്തെടുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് 2 സൈഡും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പം പുതിയൊരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണിത്. എന്നിട്ട് മറ്റുള്ള കോയിൻ ഷേപ്പിലുള്ള മാവുകളെല്ലാം ഒന്നും കൂടെ കൈ ഉപയോഗിച്ച് ഇങ്ങനെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ വീണ്ടും ഫോർക്ക് ഉപയോഗിച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടാക്കാം. എന്നിട്ട് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓരോ സ്നാക്സും ഇതുപോലെ ഇട്ടൊന്ന് വറുത്തെടുക്കാം. 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്യേണ്ടതാണ്. ഇത് തയ്യാറായതിനു ശേഷം നമുക്കിത് കോരിയെടുക്കാം. നോർത്ത് ഇന്ത്യയിലൊക്കെ മത്രി എന്നറിയപ്പെടുന്ന ഒരു സ്നാക്കാണിത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ ഒരു സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമല്ലോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൊന്ന് പറയുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.